ഒരാളിവിടെ ഓൾമോസ്റ്റ് പറഞ്ഞിരിക്കുന്ന അത്രയും തന്നെ ആയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും ഇനിയും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇനിയും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരാനുണ്ട്. ആസ് ഓഫ് നൗ ഉരുക്കപ്പെട്ടിരിക്കുന്ന അല്ലാതെ ഉള്ളതെല്ലാം തന്നെ അവർ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ഘട്ടമുണ്ട്. പിന്നെ പണമാക്കി മാറ്റിയിരിക്കുന്നത് ആ രീതിയിലുള്ളതുണ്ട്. ഇനിയൊരു മേജർ ഷെയർ എങ്ങനെ വന്നാലും ഒരു എത്ര ശതമാനം ഉണ്ടാവാം? 99% ഉണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നിഗമനം. അത് ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് അന്വേഷണം പോകും. ആസ് ഓഫ് നൗ സ്വർണം അക്യുമുലേറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ഇല്ലാത്തൊരു കേസുണ്ട് അതിനകത്ത്. എന്ത് തന്നെയാണെങ്കിലും പരമാവധി അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എല്ലാം തന്നെ ഇതിനകത്ത് ഐഡൻറ്റിഫൈഡ് ആണ്. ഏതെങ്കിലും രീതിയിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏകദേശം 3.5 കിലോയോളമുള്ള 3.5 കിലോ സ്വർണമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ തിരൂർ DYSP ഓഫീസിൽ വെച്ചിട്ട് പൊന്നാനിയിലെ കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന കവർച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ബ്രീഫിംഗ് നടത്തിയിരുന്നു. ആ ബ്രീഫിങ്ങിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ കേസന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് പൂർത്തിയായിരിക്കുന്നതെന്ന്. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടെന്നും അത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും സംസാരിക്കാമെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പിടിയിലായിരുന്ന പ്രതി ഓട്ടോ സുഹൈൽ എന്നറിയപ്പെടുന്ന സുഹൈൽ, ഇർക്കിൽ നാസർ എന്നറിയപ്പെടുന്ന നാസർ, പിന്നെ മനോജ്, ഈ 3 പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും മുന്നോട്ട് പോക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് കേസിൽ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾക്ക് ഇൻഫർമേഷനുള്ള അത്രയും തന്നെ സ്വർണവും അത് പണമാക്കി മാറ്റിയിരിക്കുന്നത് അങ്ങനെ വീണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കണക്കുകൾ പ്രകാരം ഞങ്ങൾ റിക്കവറി നിയമപരമായിട്ടുള്ള റിക്കവറി പ്രകാരം ഏതാണ്ട് 3500-ലധികം ഗ്രാം സ്വർണവും ഏതാണ്ട് 29 ലക്ഷത്തോളം പണവും ഇത് പല ഘട്ടങ്ങളിലായിട്ട് പണമാക്കി മാറ്റിയിരിക്കുന്നതും റിക്കവർ ചെയ്ത ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം.